മലബാർ ദേവസ്വം ബോർഡിലെ പ്രശ്നങ്ങൾ തീർക്കാൻ ദേവസ്വം ജീവനക്കാർ സാദിഖലി തങ്ങളെയാണ് പോയി കണ്ടിരിക്കുന്നത്. ഈ ദേവസ്വം ബോർഡിലെ ഇവിടുത്തെ പ്രശ്നം തീർക്കാൻ ഈ തങ്ങൾക്ക് എന്താണ് ഒരു ഇവിടുത്തെ ഒരു കാര്യം എന്താണ് അതില്? ആരെ കണ്ടെന്നാ പറഞ്ഞേ? സാദിഖലി തങ്ങൾ. അതാരാ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് ജനപ്രതിനിധിയായിട്ടുള്ള ആളാണോ? ഏതെങ്കിലും പഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണോ? എം.എൽ.എ ആണോ? എം.പി ആണോ? അതോ ഏതെങ്കിലും സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിയാണോ? ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളാണോ? ജഡ്ജിയാണോ? അല്ലല്ലോ. എന്തിനാ പോയി അല്ല. കണ്ടത്? ഉളുപ്പില്ലേ? നാണമില്ലേ? ഈ പോയി കണ്ടവർക്ക്? ഇവർ എന്താണ് മലബാർ ദേവസ്വം ബോർഡിലെ ജീവനക്കാരല്ലേ? മലബാർ ദേവസ്വം ബോർഡിലെ ജീവനക്കാർ എന്ന് പറയുമ്പോൾ ഹിന്ദുക്കൾക്കാണ് ദേവസ്വം ബോർഡിൻ്റെ ജീവനക്കാരായിട്ട് നിയമനം കൊടുക്കുന്നത്. ഹിന്ദുക്കൾക്കാണ് അതിനുള്ള അവകാശമുള്ളത്. അവർക്കാണ് നിയമനം കൊടുക്കാറുള്ളത്. അതിൻ്റെ ആ ബോർഡിൽ വരുന്ന അംഗങ്ങൾ ഹിന്ദുക്കളായിരിക്കും. അതിൻ്റെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്നവർ ഹിന്ദുക്കളായിരിക്കും. അതിൻ്റെ മന്ത്രി ഹിന്ദു ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് ശബരിമല പോലുള്ള സ്ഥാപനങ്ങളിൽ ചുമതല ഏൽക്കുന്ന ആൾക്കാർ അത്തരത്തിലുള്ള അവിടുത്തെ കീഴ്വഴക്കങ്ങളെല്ലാം തന്നെ പാലിക്കാൻ ശേഷിയുള്ളവരായിരിക്കും അവിടേക്ക് വരുന്നത്. ഈ പറയുന്ന അവിടുത്തെ കളക്ടർ പോലും, പത്തനംതിട്ട ജില്ലാ കളക്ടർ പോലും ആയിട്ട് നിയമനം കൊടുക്കുന്നത് അതിന് കൂടി പ്രാപ്തിയുള്ള IAS കൂടി ആയിരിക്കും എന്നുള്ളത്. അങ്ങനെയുള്ള ഇടത്താണ് ഈ പറയുന്ന സാദിഖ് അലി ശിഹാബ് തങ്ങളെ പോയി കാണുന്നത് അല്ലേ? ഈ ഉം. പറയുന്ന ജീവനക്കാർ അതെ, പോയി കാണുന്നത് ജീവനക്കാർ എന്തിനു പോയി വേണ്ടിയിട്ട്? കണ്ടിട്ടുണ്ട്. പഞ്ചായത്ത് മലബാർ ദേവസ്വം ബോർഡ് ഇരിക്കുന്ന പഞ്ചായത്തിലെ അതിൻ്റെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റോ മെമ്പറോ പോലും അല്ലല്ലോ. എന്തിനു വേണ്ടിയിട്ട്? അപ്പോൾ ഇവിടെ ഒരു വലിയ ഭീതിതമായിട്ടുള്ളൊരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ദേവസ്വം ബോർഡിൽ ആരെയൊക്കെ നിയമിക്കണം? അവിടുത്തെ ജീവനക്കാരാരായിരിക്കണം? അവർക്ക് ശമ്പളം എത്ര കൊടുക്കണം? ഇതെല്ലാം തീരുമാനിക്കാനായിട്ട് ഈ പറയുന്ന സാദിഖ് അലി തങ്ങളാണോ തീരുമാനിക്കുന്നത്? ഏ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ കീഴ്വഴക്കങ്ങൾ വരാൻ പോകുന്നു. ഇവിടുത്തെ ക്ഷേത്രങ്ങൾ എങ്ങനെ തീരുമാനിക്കുക? എപ്പോൾ ഉത്സവം നടത്തണം? എങ്ങനെ ഉത്സവം നടത്തണം? ഇതൊക്കെ ഇനി സാദിഖ് അലി തങ്ങളായിരിക്കും തീരുമാനിക്കുക അല്ലേ? ഇത് എല്ലാ ദിവസം വിഷയമല്ലല്ലോ. മലബാർ ദേവസ്വം ബോർഡില് മലബാർ അത് ദേവസ്വവുമായി ബന്ധപ്പെട്ട് മലബാറിൻ്റെ അധികാരിയാണോ? പണ്ട് അധികാരി ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാരുടെ കാലത്ത്. അങ്ങനത്തെ ഒരു അധികാരിയാണോ പാണക്കാട് തങ്ങൾ? അല്ല, തങ്ങളെന്ന് പറയുന്ന സ്ഥാനം തന്നെ എന്താണെന്നറിയില്ല. എനിക്കറിയില്ല. ഞാൻ ഈ പറയുന്ന എന്തെങ്കിലും ഭരണാധികാരിയാണോ എന്ന് എനിക്കറിയില്ല. ഈ നവാബ് എന്നൊക്കെ പറയുന്ന പോലെ നവാബ് ദിവാനൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതുപോലെ എന്തെങ്കിലും സ്ഥാനമാണോ പാണക്കാട് തങ്ങൾ? അപ്പോൾ നമുക്കതറിയില്ല. എന്തായാലും ജനാധിപത്യത്തിനകത്ത് ഈ പറയുന്ന സംവിധാനത്തിനകത്ത് ഏതെങ്കിലും ഭരണസമിതി നയിക്കുന്ന ആളല്ല. പിന്നെ മതപണ്ഡിതനാണോ? സമുദായ നേതാവാണോ? ഒരു സംഘടനയുടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവെന്നതിനപ്പുറത്തേക്ക് എന്താണുള്ളത്? CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയെ പോയിട്ട് കണ്ട് ഇത്തരത്തിലൊരു നിവേദനം കൊടുത്താൽ എന്താ വല്ല ഫലവും ഉണ്ടാവുമോ? അപ്പോൾ ഉണ്ടായിട്ടില്ല. എന്തൊക്കെയോ കാര്യങ്ങൾ ഇതിന് പിന്നിലുണ്ട് എന്നുള്ളതും മനസ്സിലാക്കണം. നമ്മളിവിടെ VD സതീശൻ അധികാരത്തിൽ വരുന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞിരുന്നില്ലേ? ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണം വരാൻ പോവുകയാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന, പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന, SDP എന്ന് പറയുന്ന സംഘടന, ഇത് ഈ പറയുന്ന മുസ്ലിം ലീഗുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് ഒരുമിച്ച് ഒന്നിച്ച് ചേർന്ന് ഒരു പുതിയ ഇസ്ലാമിസ്റ്റ് ഫോർമേഷൻ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരാണ് ഭരിക്കുന്നത് കേരളം. അവരാണ് ഇവിടെ തീരുമാനിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ പോകണമെന്നുള്ളത്. അതിൻ്റെ ഒന്നാമത്തെ പടിയാണ് കണ്ടത്. ഈ പറയുന്ന മലബാർ ദേവസ്വം ബോർഡിലെ കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് തങ്ങളെ വരുന്നു. ഇല്ലെങ്കിൽ തങ്ങൾ വിചാരിച്ചാൽ കാര്യങ്ങൾ നടക്കും. ഇവരെന്താ പറയുന്നത്? ഈ പറയുന്ന ജീവനക്കാരവിടെ പോയിട്ട് കണ്ടത് ആരെയൊക്കെയാണ്? ആദ്യം കണ്ടു VD സതീശനെ കണ്ടു. ഈ പറയുന്ന K മുരളീധരൻ ദേവസ്വം ബോർഡ് മന്ത്രിയെ കണ്ടു. എന്നിട്ടൊന്നും തീരുമാനമുണ്ടായില്ല. അവിടെ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായില്ല. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ല. ഇനി പരിഹരിച്ച് തരാൻ കഴിയുന്ന ഇവരെല്ലാം താഴെയുള്ള ആൾക്കാരെയെല്ലാം കണ്ടു. ഇനി ഏറ്റവും മുകളിലുള്ളത് തങ്ങളാണ്. തങ്ങളാണ് ഈ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനപ്പുറം വ്യക്തമാക്കേണ്ട സന്ദേശം വേറെ വല്ലതും ഉണ്ടോ? KM ഷാജി ഉണ്ടല്ലോ, മതമാണ്, മുസ്ലിങ്ങൾക്ക് കിട്ടാത്തതെല്ലാം കൂടെ ഞങ്ങൾ വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 10 വർഷം കൊണ്ട് കിട്ടാത്തത് ഞങ്ങളിപ്പോൾ ഉണ്ടാക്കാൻ പോവുകയാണ്. ഞങ്ങൾ അത് പിടിച്ചു വാങ്ങിക്കാൻ അധികാരത്തിൽ വരികയാണ്, മുസ്ലിങ്ങളുടെ അവകാശം നേടിയെടുക്കാൻ. ഇങ്ങനെ പ്രസംഗിച്ച ഒരാളുണ്ടല്ലോ. ആ പ്രസംഗിച്ച ആളുടെ അടുത്താണ് കൊണ്ടുപോയിട്ട് KM ഷാജിയുടെ അടുത്താണ് ഈ നിവേദനം കൊടുത്തതെങ്കിൽ പോലും പറയാം, കേരളം ഭരിക്കുന്ന മന്ത്രിമാരിൽ ഒരാളാണ്. തങ്ങൾ ആരാ? തങ്ങൾക്ക് എന്ത് അധികാരമുള്ളത്? തങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും സ്ഥാനമുണ്ടോ? അപ്പോൾ അവിടെ കൊണ്ട് കൊടുക്കുമ്പോൾ അദൃശ്യമായ ഒരു കരം, ഇസ്ലാമിസ്റ്റ് കരങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ പറയുന്ന മുമ്പ് ഈ പറയുന്ന UDFനെ വിമർശിച്ചിരുന്ന എല്ലാവരും AK ബാലൻ അടക്കം പറഞ്ഞിരുന്നില്ലായിരുന്നോ? ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണം കൊണ്ടുവരാനാണ് UDF അധികാരത്തിൽ വരുന്നതെന്ന്. സംശയം മാറി കിട്ടിയില്ലേ ഇപ്പോൾ? അല്ല, മറ്റൊരു മത അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഘടനയുമായി ബന്ധപ്പെട്ടും
ഇങ്ങനെ നമ്മൾ കേട്ട് പരിചിതമില്ലാത്തൊരു കാര്യമാണ്. പരിചിതമല്ല. ഇപ്പൊ ഇവിടെ ഇപ്പോൾ സഭയിലെ ഒരു വിശ്വ ഹിന്ദു പ്രശ്നത്തിന് പരിഷത്തിന്റെ അടുത്താണ് ചെല്ലുന്നത്. വിശ്വ ഹിന്ദു പരിഷത്താണല്ലോ, ഹിന്ദുക്കളുടെ സംഘടനയാണല്ലോ. ഇവിടെ നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ കീഴിലുണ്ട്. അവർ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ക്ഷേത്രങ്ങൾ അവർ പരിപാലിക്കുന്നുണ്ട്. ക്ഷേത്ര സംരക്ഷണ സമിതി ആണെങ്കിൽ ഇവിടെ ക്ഷേത്രങ്ങളുണ്ട്. പോട്ടെ, എത്രയോ ആശ്രമങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ നിരവധി ആശ്രമങ്ങളില്ലേ? ഈ പറയുന്ന സന്യാസിമാരുടെ കൂട്ടായ്മകളില്ലേ ഇവിടെ? ആ സന്യാസിമാരുടെ കൂട്ടായ്മയിൽപ്പെട്ട ഏതെങ്കിലും ഒരു സന്യാസി നേതാവിനാണ് കൊടുക്കുന്നത്, ചിദാനന്ദപുരി സ്വാമികൾക്കാണ് കൊടുക്കുന്നത് എങ്കിൽ, ഇല്ലെങ്കിൽ നമ്മുടെ രാമദാസ മിഷന്റെ സ്വാമിക്കാണ് കൊടുക്കുന്നത് എങ്കിൽ ശരിയാണ്. എങ്കിൽ പോലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതല്ല ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ സന്യാസി മണ്ഡലമുണ്ട്. അതിൻ്റെ നേതാവായിട്ടുള്ള ആൾക്കാരുണ്ട്. അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന സന്യാസിമാരുണ്ട്. ഈ പറയുന്ന ഒരുപാട് സന്യാസിമാർ അതിൻ്റെ അകത്ത് ഉണ്ട് എന്നുള്ളതാണ്. ആ സന്യാസിമാർക്കൊന്നുമല്ല ഈ പറയുന്ന നിവേദനം കൊടുത്തിരിക്കുന്നത്. അവർക്കൊന്നും കൊടുക്കാതെ നേരെ കൊടുത്തിരിക്കുന്ന സാദിഖ് അലി തങ്ങൾക്കാണ്. അതാരാണ് എന്നുള്ള, അപ്പം ഇപ്പോഴും വ്യക്തമാകാത്ത ഒരു ചോദ്യം, ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യം. മലബാർ ദേവസ്വവുമായിട്ട് ബന്ധപ്പെട്ട് ഭരിക്കുന്നത് ആരാണ്? അപ്പം മലബാർ ഭരിക്കുക, മലബാർ മേഖലയാകെ ഭരിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം, ഇല്ലെങ്കിൽ അവിടുത്തെ കിരീടം വയ്ക്കാത്ത രാജാവായിട്ട് തങ്ങളാണ് ഉള്ളത്. അവിടുത്തെ മുസ്ലിങ്ങളുടെ മാത്രമല്ല ഹിന്ദുക്കളുടെ അടക്കമുള്ള എല്ലാ കാര്യവും, അവരുടെ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾക്കാരുടെ കാര്യം, പാർട്ടി ഓഫീസ് എങ്ങനെ നടക്കണമെന്നൊക്കെ, മുസ്ലിം എങ്ങനെ നടക്കണമെന്നൊക്കെ തങ്ങൾ തീരുമാനിച്ചാൽ ശരി, സമ്മതിക്കാം. പക്ഷെ അതിനപ്പുറത്തേക്ക് ഹിന്ദു ക്ഷേത്രങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണം, അവിടുത്തെ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ ആര് പരിഹരിക്കണം, അവിടുത്തെ ഈ പറയുന്ന ആചാരങ്ങൾ എങ്ങനെ പോകണം എന്നൊക്കെ തീരുമാനിക്കാൻ പ്രാപ്തിയുള്ള, അവിടുത്തെ ഉത്സവങ്ങൾ എപ്പോൾ നടക്കണം, മൂർത്തിക്ക് എങ്ങനെ അർച്ചന ചെയ്യണം, എങ്ങനെ അവിടെ നിവേദ്യം സമർപ്പിക്കണം എന്നൊക്കെ തീരുമാനിക്കാൻ പോലും ശക്തിയുള്ള, ഇല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള അധികാരിയാണോ ഈ പറയുന്ന പാണക്കാട് തങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള അധികാരമുണ്ടോ? നാടുവാഴിയാണോ? അല്ല, അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ കെ എൻ എ ഖാദറാണ് വിളിച്ചുകൊണ്ട് പോയി കാണിക്കുന്നത്. എന്നെ ഇവർ സമീപിച്ചു, തങ്ങളെ കാണിക്കണമെന്ന് അപേക്ഷയുമായിട്ട് അവർ വന്നു, അപ്പോൾ ഞാൻ കൊണ്ടുപോയി കാണിച്ചു എന്നാണ് കെ എൻ എ ഖാദർ പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഹിന്ദുവിൻ്റെ സനാതന ധർമ്മികളുടെ മുഴുവൻ പ്രശ്നങ്ങളിൽ ഇടപെടാൻ വേണ്ടിയിട്ടുള്ള അതിശക്തമായിട്ടുള്ള തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി, മുസ്ലിം സമുദായം, ആ ഭൂപ്രദേശം, മലബാർ ഭൂപ്രദേശം, അതും കടന്ന് ക്ഷേത്രങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ, അവിടുത്തെ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ വരെ പരിഹരിക്കാൻ ഞാനാണ് ഇതിൻ്റെ എല്ലാം പരിഹാരത്തിന് വേണ്ടി നിൽക്കുന്ന ആൾ, അത്ര വലിയ അധികാരിയാണ് ഞാൻ എന്നുള്ളത് പറയുമ്പോൾ, സാധാരണ ഈ പറയുന്ന ഭരിക്കുന്ന ആളിനെ സ്വാധീനിക്കാൻ കഴിവുള്ള ആൾ എന്ന നിലയ്ക്ക് ഈ പറയുന്ന ജീവനക്കാരെങ്കിലും ഈ ജീവനക്കാരാണ് ആദ്യം ഈ ഹിന്ദുക്കളുടെ മുഖത്ത് കരിവാരി തേച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അത് പോട്ടെ, അങ്ങനെ ഒരു ചെല്ലാനുള്ള ശേഷിയുള്ള ആളാണെന്ന് വിചാരിച്ച് ചെന്നാൽ കൂടി തങ്ങൾ എന്താ പറയേണ്ടത്? ഞാനല്ല ഇതിൻ്റെ അധികാരി, എനിക്ക് ഈ നിവേദനം തന്നതിൻ്റെ കാര്യമില്ല, ഞാൻ ഇതുമായിട്ട് ഉത്തരവാദിത്തപ്പെട്ട ആളെ അല്ല, ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്, ചെയർമാൻ, അങ്ങനത്തെ പൊസിഷനല്ലേ, അങ്ങനെ എന്തോ പൊസിഷനുള്ള ഒരാളാണ്, എനിക്കറിയില്ല കേട്ടോ, തങ്ങളെന്ന് പറയുന്നതല്ല, എനിക്കറിയില്ല. അങ്ങനെ ഒരു അധികാരവും എനിക്കില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഈ പറയുന്ന ദേവസ്വം ബോർഡ് മന്ത്രിയെ കാണൂ, മുഖ്യമന്ത്രിയെ കാണൂ, എനിക്കിതുമായിട്ട് ബന്ധമില്ല എന്ന് പറയാമല്ലോ. അതൊന്നുമല്ല ഇവിടെ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ആ പെരുന്ന പോപ്പുണ്ടല്ലോ, പെരുന്ന പോപ്പിനെയാണ് കൊടുത്തിരുന്നെങ്കിൽ പോലും പിന്നെയും പറയാമായിരുന്നു, ഒരു സമുദായ സംഘടനയുടെ നേതാവല്ലേ, എന്നെങ്കിലും പറയാമായിരുന്നു. പക്ഷെ അതൊന്നുമല്ല. അത് അതുപോലെ നാണക്കേടാണ്. എങ്കിലും പോട്ടെ, ഇതിവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? പാണക്കാട് തങ്ങൾക്ക് കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്നു. എന്താണ് ഇതിൻ്റെ സാങ്കത്യം മനസ്സിലാകുന്നില്ല. അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അനിൽ വിളയിൽ VSPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഭയപ്പെടേണ്ട, ജാഗ്രത മതി, കാലം പോയ പോക്ക്. MLA അല്ല, MP അല്ല, പാണക്കാടൻ ഇതുവരെ എൻ്റെ അറിവിൽ ഒരു പഞ്ചായത്ത് മെമ്പർ പദവി പോലും അലങ്കരിച്ച വ്യക്തിയല്ല. മലബാർ ദേവസ്വം ബോർഡിലെ ജീവനക്കാർ ഇയാളുടെ അടുത്ത് പോയി അവരുടെ ആവശ്യങ്ങൾക്ക് നിവേദനം കൊടുത്തു പോലും. എന്തൊരു ഗതികേടാണ് കേരളത്തിലെ ഹിന്ദുക്കളുടേത്. ദേവസ്വം മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ എന്തിന് ലീഗിൻ്റെ മതം മാത്രം പറയുന്ന ഷാജി ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്കോ ഏതെങ്കിലും നിവേദനം കൊടുത്തിരുന്നുവെങ്കിൽ അതിനെ ശരി എന്ന് സമ്മതിക്കാമായിരുന്നു. ഇതാണ് ഈ കേരളത്തിൽ ഇനിയുള്ള നാളുകളുടെ അവസ്ഥ. ദേവസ്വത്തിൽ ഏത് തന്ത്രി വേണം, ജീവനക്കാർ എത്ര രൂപ സാലറി വേണം എന്ന് തുടങ്ങി എന്ന് ഉത്സവം നടത്തണം, മലബാർ ദേവസ്വം ബോർഡ് ആര് ഭരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനിയുള്ള നാളുകളിൽ ആര് തീരുമാനിക്കും എന്നുള്ളതിൻ്റെ സൂചനയാണത്. ഭയപ്പെടേണ്ട, ജാഗ്രത മതി എന്നുള്ളത്. ഹിന്ദുക്കളുടെ നട്ടല്, അവൻ്റെ സ്വാഭിമാനം, ഈ പറയുന്ന വീര്യം പോലും കെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഹലാലക്കയല്ലേ തിന്നുന്നത്, ഹലാൽ ഇറച്ചിയല്ലേ പോയിട്ട് മന്തി ഗിന്തി എന്ന് പറഞ്ഞ് വാങ്ങിച്ചു തിന്നുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെ വരും. അത് ആ ബോധ്യമില്ലാതെ തൻ്റെ വീരസ്വം, തൻ്റെ രജോഗുണം ഉണർത്താനും തൻ്റെ ഊർജം ആവാഹിക്കാനും സ്വയം കഴിയാത്ത ഹിന്ദുക്കൾ ഇതിലും ഗതികെട്ട അധപ്പതിച്ച അവസ്ഥയിലേക്ക് പോകും. ഈ പറയുന്ന
സ്വന്തമായിട്ട് ഈ പറയുന്ന മാംസം കഴിക്കണമെങ്കിൽ പോലും അവൻ്റെ രീതിയുണ്ട്, ആ രീതിയിൽ കഴിക്കണം, അപ്പോഴേ വീരത്വം വരുള്ളൂ. അല്ലാതെ കണ്ടവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ സാധനങ്ങളുണ്ടല്ലോ ആ രീതിയിലല്ല പോയി വാങ്ങിച്ച് കഴിക്കേണ്ടതുള്ള ആ ബോധം വരുമ്പോൾ, സ്വാഭിമാനം ഉണ്ടാകുമ്പോൾ മാത്രമേ ഹിന്ദുവിന് വീരത വരുള്ളൂ. ആ വീരതയിൽ നിന്ന് മാത്രമേ നട്ടലിന് ഉറപ്പുണ്ടാവുകയുള്ളൂ. അങ്ങനെ അവനവൻ്റെ സമുദായത്തെ സംരക്ഷിക്കാൻ കഴിയുള്ളൂ. ഇതുണ്ടാവാത്ത ഹിന്ദു ഈ തങ്ങളുടെ തിണ്ണ പോയി നിറങ്ങും. അവിടുത്തെ ബിരിയാണിയുടെ എണ്ണ വാർന്നിറങ്ങുന്നത് അതിനു വേണ്ടി പോയി യാചിച്ച് നിൽക്കും. അങ്ങനെ നിൽക്കുന്നവനൊക്കെ ഗതികെട്ട ജീവിതമേ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാവുകയുള്ളൂ. അതിന് നിൽക്കാതിരിക്കണമെങ്കിൽ സ്വയം ഊർജ്ജം ആവാഹിക്കാൻ കഴിയണം. അതിനുള്ള ഉപാസന ഉണ്ടാവണം, അതിനുള്ള ബലം ഉണ്ടാകണം. ആ സാധനാ ബലം ഇല്ലാത്തവർക്ക് ഇങ്ങനെ നാണം കെട്ട തിണ്ണ നിരങ്ങാനേ കഴിയുമുള്ളൂ. അതിനേക്കാളൊക്കെ നല്ലത് പിച്ച തണ്ടി ജീവിക്കണം. സ്വന്തം നാട്ടിൽ നിന്ന് അടിച്ചിറക്കപ്പെട്ട കാശ്മീരി പണ്ഡിറ്റുകൾക്ക് പോലും ഇതിലും അഭിമാനമുണ്ട്. അവർ മറ്റു നാട്ടിൽ പോയിട്ട് ഏതെങ്കിലും ജോലി ചെയ്ത് ഭിക്ഷാടനം ചെയ്ത് ജീവിക്കേണ്ടി വന്നാലും ശരി തന്നെ അവൻ്റെ ഒന്നും കാല് പിടിക്കാൻ പോകില്ല എന്ന ഉറച്ച ബോധ്യത്തിൽ അവർ ജീവിക്കുമ്പോൾ, ഇവിടെ മലയാളി ഇങ്ങനെ നാണം കെട്ട് ഗതി കെട്ട് ജീവിക്കുന്നു. ഇതിനും അപ്പുറം നാണം കെടാനും അധപ്പതിക്കാനും ഇല്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടി വന്നിരിക്കുന്നു. പാണക്കാട് തങ്ങൾക്ക് നിവേദനം കൊടുത്തിരിക്കുന്നു. മലബാറിലെ ദേവസ്വം ബോർഡ് ജീവനക്കാർ തങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ, ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നാണമില്ലേ എന്നുള്ളതിനപ്പുറത്തേക്ക് എന്താണ് നമുക്ക് ചോദിക്കാൻ കഴിയുക? നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നതാണ് ഞങ്ങളുടെ വിജയം. ഒപ്പം നിങ്ങൾ കൂടെ ഉണ്ടാവണം, ഒപ്പം സഞ്ചരിക്കണം. ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇന്ന് തന്നെ.